രാവിലത്തെ അത്താഴത്തിന് ഇന്നലത്തെ ബിരിയാണി തന്നെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാവിലെ ഉണ്ട് ഇസു ഞങ്ങളെ പ്രണയിച്ചു വന്ന്. പക്ഷേ ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഓള് പാലും കുടിച്ചിട്ട് ആ പാല് കുടിച്ച പാടെ അങ്ങനെ ഗ്ലാസ്സും തന്നിട്ട് ഓളങ്ങ് ഉറങ്ങിപ്പോയി. പൊലിച്ചൊക്കെ എണീച്ചത് കൊണ്ട് തന്നെ ഇസു അത്യാവശ്യം നേരം വൈകിട്ടാണ് എണീച്ചത്. എന്നിട്ട് ഓള് രാവിലത്തെ ഭക്ഷണം പത്തിരിയും ചിക്കൻ കറിയും കഴിച്ച്. കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും പയ്യെ ഓളത് കറിയിൽ മുക്കിയിട്ട് അങ്ങനെ തിന്നോളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ റൈസായിട്ട് ഉണ്ടാക്കണില്ല. 2 ദിവസം തന്നെ ഹെവി ആയത് കൊണ്ട് ജസ്റ്റ് വീറ്റ് ചപ്പാത്തിയും പനീർ മട്ടർ മസാലയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അനിയനും ഇല്ല, അനിയത്തില്ല, ഞാനും ഉമ്മച്ചിയും ഉമ്മമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ 3 ആൾക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കുറച്ച് മതിയല്ലോ. ഇന്ന് ഫുള്ള് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ആലു ടിക്കി ഇതിന് കടി ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആലു ബോയിൽ ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്ത് അതിൽ കുറച്ച് മസാല ചീസും പിന്നെ അതിൻ്റെ വേണ്ടിയിട്ടുള്ള മസാലകളും ഒനിയനും ഗ്രേറ്റ് ചെയ്തിട്ട് ഈ ഒനിയൻ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഒനിയൻ ഇടാൻ പാടില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇതെന്തെങ്കിലും പോക്കറ്റാക്കിയിട്ട് ബ്രെഡ് പോക്കറ്റ് വല്ല ആക്കിയിട്ട് ഉണ്ടാക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് സോസൊക്കെ ആഡ് ചെയ്ത് മസാലയൊക്കെ റെഡി ആക്കിയിട്ട് ഞാൻ വെച്ച്. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ് നമ്മൾ ഇത് നേരിട്ടായി പരത്തി എടുത്തിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകും. അപ്പോൾ അതിന് നമ്മളൊന്ന് സ്റ്റീം ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഞാനത് സ്റ്റീം ചെയ്തിട്ട് അതിൻ്റെ എഡ്ജൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് പരത്തി എടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഇതായിട്ട് വരും. ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് പരീക്ഷിച്ച് നോക്കിയപ്പം ബ്രേക്കൊന്നും ആയിട്ടില്ല. പക്ഷേ ഭയങ്കര ടൈറ്റ് പോലുള്ളതുപോലെ എനിക്ക് തോന്നി. പക്ഷെ നല്ലൊരു ഷീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഞാനെല്ലാം അതേപോലെ എഡ്ജൊക്കെ കട്ട് ചെയ്ത് പരത്തിയെടുത്ത് അതിലോട്ട് ഫില്ലിങ് വെച്ചിട്ട് നിറച്ച് കൊടുത്ത്. ഫസ്റ്റത്തെ ഞാൻ ചെയ്തപ്പം അതിൽ ഞാൻ വാട്ടർ വെച്ച് ചെയ്തിട്ടും റെഡി ആയിട്ടുണ്ടായില്ല. അപ്പം ഞാൻ രണ്ടാമത്തെ ചെയ്തപ്പം ഫസ്റ്റ് തന്നെ വാട്ടർ വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ആക്കി കൊടുത്ത് എന്നിട്ട് ഞാൻ ഈ ഫില്ലിങ് വെച്ചിട്ട് പ്രസ് ചെയ്തപ്പം കുറച്ചും കൂടി അതൊന്ന് ഒട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒന്നും കൂടി ആ വാട്ടർ ഒന്നും കൂടി കൈ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് അതൊന്നും കൂടി പ്രസ് ചെയ്ത് കൊടുത്ത്. സാധാ പച്ചവെള്ളമാട്ടോ ഞാൻ യൂസ് ചെയ്തത്. എന്നിട്ട് ഒന്ന് അമർത്തി പ്രസ് ചെയ്തപ്പോൾ അത് ഒട്ടിട്ടോ. അങ്ങനെയാണ് ഈ പോക്കറ്റ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാ പോക്കറ്റും ഞാൻ ഇതേ മെത്തേഡ് വെച്ചിട്ട് റെഡിയാക്കി എടുത്ത് ഇതിന് ഞാൻ ഫ്രിഡ്ജിലോട്ട് കയറ്റാട്ടോ ചെയ്തത്. പിന്നെ ഈ പനീർ മട്ടർ മസാലക്കുള്ള പനീർ അതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ മാരിനേറ്റ് ചെയ്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ജീരകപ്പൊടിയും കുറച്ച് ഉപ്പും ചെറുനാരങ്ങ നീരും ഇട്ടിട്ട് എല്ലാം വളരെ കുറച്ച് എമൗണ്ടിലാണ് ഇട്ടിട്ടുണ്ടതിന്. എന്നിട്ട് ജസ്റ്റ് അത് മാരിനേറ്റ് ചെയ്തിട്ട് ഞാനത് കുറച്ച് നേരത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറൊക്കെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് പൊരിച്ചെടുത്ത് പനീർ ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ച് സൈഡിൽ തന്നെ ഞാൻ എന്ത് ചെയ്ത് ഇതിനുള്ള ഗ്രേവി പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഈ പനീർ പൊരിച്ച ആ എണ്ണ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. പനീറിന് അത്രയ്ക്ക് എണ്ണ വേണ്ടിയില്ലായിരുന്നു. അപ്പം ഞാൻ ആ ചട്ടിയിൽ നിന്ന് തന്നെ ഇതിൽക്കിട്ട് എന്നിട്ട് ഉള്ളി ഒന്ന് സോട്ട് ചെയ്ത് കുറച്ച് സോൾട്ടൊക്കെ ഇട്ടിട്ട് അതിലോട്ട് ഞാൻ ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമുക്ക് ഹോൾ സ്പൈസും യൂസ് ചെയ്യാം. പക്ഷേ അത് അങ്ങനെ തന്നെ സോളിഡായിട്ട് നിൽക്കണതുകൊണ്ട് ഞാനിതിൽ ഗരം മസാലയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതൊന്ന് ഏകദേശം ഒന്ന് റെഡിയായി വന്നപ്പം ഞാൻ അതിലേക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാലകളായിട്ടുള്ള ഗാർലിക് പേസ്റ്റും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ജീരകപ്പൊടി
കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഞാനതൊന്ന് റോസ്റ്റ് ചെയ്ത് ഇതിന് എന്നിട്ട് പച്ചമണം ഒന്ന് മാറി കഴിഞ്ഞിട്ട് അതിലേക്ക് ടൊമാറ്റോ ഞാൻ അരച്ചത് ആഡ് ചെയ്ത് പിന്നെ ഈ ആഡ് ചെയ്തിരിക്കുന്നത് ബേസനാണ് കേട്ടോ. ഈ കടലമാവില്ലേ അതാണ് കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് റോസ്റ്റ് ചെയ്തിട്ടും ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടും ആഡ് ചെയ്യുക, അപ്പോഴും നല്ലതായിരിക്കും, ഒന്ന് തിക്കാവും ഗ്രേവി. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് വെള്ളവും പിന്നെ മട്ടറും ഗ്രീൻ പീസും, ഇത് പച്ച ഗ്രീൻ പീസ് ആട്ടോ, ഫ്രോസൺ വാങ്ങൂലേ, അതാണ് ഞാൻ ആഡ് ചെയ്തത്. അതും ആഡ് ചെയ്തിട്ട് ഞാനത് തിളക്കാൻ വെച്ച് അതൊന്ന് തിള പൊട്ടി വന്നപ്പം ഞാൻ അതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ല ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീറും പിന്നെ വെള്ളം നമുക്ക് നീട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഗ്രേവി നീട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ആഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ 2 മുളക് ആഡ് ചെയ്തു. പിന്നെ ഇതിൻ്റെ എരിവ് കൂടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് തൈരും കൂടി ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ട് അത് തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ വീറ്റ് പറാത്തക്കുള്ള പരിപാടി തുടങ്ങിയിട്ടോ. ഇത് ആട്ടപ്പൊടിയും ഉപ്പും വെള്ളവും മാത്രം ചേർത്തിട്ട് ഞാൻ നല്ലോണം കുഴച്ചെടുത്താണ്. ഒരു 5 മിനിറ്റോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് അത് ഓരോരോ ബോളുകളായിട്ട് മുറിച്ചെടുത്ത്, ഇത് ഞാൻ ഈ അടുത്ത് കണ്ടൊരു മെത്തേഡാണ് കേട്ടോ, അത് നല്ല വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഉള്ളിൽ നിന്ന് തുളട്ടിട്ട് ഇതിങ്ങനെ വട്ടത്തിലെടുത്തിട്ട് അത് എന്നിട്ട് മുറിച്ച് കൊടുക്കുന്ന പരിപാടി. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പൊടിയൊക്കെ ഇട്ടിട്ട് ഇതിനെ പരത്തിയെടുത്ത് എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിസ്സ കട്ടറില്ലേ അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് നൂൽപ്പൊറാത്തക്കൊക്കെ ചെയ്യുന്ന മാതിരി ഇത് നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ട് എന്ത് ചെയ്ത് ഗീ അല്ലെങ്കിൽ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുക. അപ്പം ഞാനിതിൽ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായിട്ട് പിന്നെയും ഞാൻ ഓയിൽ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടോ. ഞാൻ 2 വട്ടമായിട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ആ പരത്തി വെച്ചപ്പോഴും പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ഓയിൽ ആഡ് ചെയ്ത് ഇങ്ങനെ റൗണ്ടാക്കി ചുറ്റിയിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഞാനതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ച്. അങ്ങനെ ബാക്കിയെല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്തെടുത്ത് പരത്തി. അപ്പം കോയിലും കൊണ്ട് പരത്തിയതാണ് കേട്ടോ ഇത്. പക്ഷേ ഇത് അത്ര റെഡി ആയില്ല, ഇതിൽ അത്ര പടക്കൊന്നും കാണുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് സ്വന്തം നമ്മളെ വിരലും കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഏകദേശം മടക്കിപ്പം തന്നെ നല്ല വിസിബിൾ ആയിരുന്നു. ചുട്ടെടുത്തപ്പോഴും അതിന് അത്യാവശ്യം മടക്കമൊക്കെ വന്നിട്ടുണ്ടായി. ഇത് കഴിഞ്ഞ് കടികളൊക്കെ ഫ്രൈ ചെയ്ത് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം നോമ്പ് തുറക്കാൻ സമയമായി. ഈ വട്ടം നേരത്തെ ഞാൻ ഇത് ചെയ്ത് വെച്ചിരുന്നതിനോ പോക്കറ്റ് അത് ഞാൻ ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ ചെയ്തത്, ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി രണ്ടും ഡീപ്പ് ഫ്രൈ ചെയ്തതും കൊണ്ട് അത് ജസ്റ്റ് ടോസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അങ്ങനെ നോമ്പ് തുറക്കാനും ടൈം ആയപ്പോഴേക്കും ഒരു വെജ് സമൂസയും, ഇത് ഫ്രോസൺ ആയി ഞാൻ വെച്ചതായിരുന്നു കേട്ടോ, പിന്നെ ആ പോക്കറ്റും പിന്നെ ഒരു മിൽക്ക് ഷേക്കാണിത് ബദാമിൻ്റെ, പിന്നെ ടാങ്കും ഒരു കഷ്ണം വത്തക്കയും നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ആലു മട്ടർ മസാലയും ചപ്പാത്തിയാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞ് നിസ്കാരവും മോത്തൊക്കെ കഴിഞ്ഞു. അപ്പം അത്രയേ ഉള്ളൂ.